ഫ്രണ്ട്സ്, അപ്പൊ പിന്നെ പുറത്ത് മഴ കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ ഒന്നൊന്നര മഴയാണ്. അപ്പൊ എന്തായാലും ഞാൻ പുറത്ത് ഒരിടത്തും പോയിട്ടില്ല. നമുക്ക് ഇന്ന് വീട്ടിലെ വിശേഷമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഉച്ചകൂടെ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് എന്റെ പ്രിയ സുഹൃത്തുക്കൾ കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണ് കഞ്ഞിക്ക് ഞാൻ അടുപ്പത്ത് കണ്ടോ, കാണാവോ, കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ അരി അടുപ്പത്ത് ഇടാനായിട്ട് പോവുകയാണ്. കുറച്ച് ഉള്ളത് വെച്ച് പുറത്തിറങ്ങാൻ പറ്റില്ല. മീൻ കിട്ടിയിട്ടുണ്ട്. മീൻ ഓൾറെഡി അമ്മ കറി വെച്ചിട്ടുണ്ട്, കുടമ്പുളിയൊക്കെ ഇട്ട്. അപ്പൊ നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് ഒരു തോരനും എന്താ പറയുക, ഒരു ഒഴിച്ചുകറിയൊക്കെ വെച്ച് കുശാലായിട്ട് കൊണ്ടാ കേട്ടോ. അപ്പൊ പിന്നെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും വീണ്ടും എന്റെ ബ്ലോഗിലൂടെ ക്ഷണിക്കാണ് കൂടെ അതോ കേട്ടോ. ഉച്ചമൂണിനുള്ള അരി കേട്ടോ, നിങ്ങൾക്കും കൂടെ ഞാൻ ഇടാനായിട്ട് പോവുകയാണ്. അരി എടുക്കാൻ പോവുകയാണ്. ഇതേ കണ്ടോ, നല്ല ചമ്പാവരിയാണ് കേട്ടോ. ചമ്പാവരി എടുത്തിട്ട് നമുക്ക് കഴുകി അടുത്തിടാം. അതെ, അരിയെ ഞാൻ വെള്ളത്തിലിട്ട് കുളിപ്പിച്ച് ഒരു പാട്ടൊക്കെ പാടി നീരാട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ അടുപ്പത്തിലോട്ട് ഇടാൻ പോവുകയാണ് കേട്ടോ. എന്റെ ദൈവമേ. അതെ, അപ്പൊ പിന്നെ പച്ചക്കറി നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോവയ്ക്ക ഉണ്ട്, കുറച്ച് സവാള ഉണ്ട്, കാന്താരി മുളക്, പച്ചമുളക്, തക്കാളി ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് തക്കാളി വെച്ചൊരു കറി വെക്കാൻ കേട്ടോ. എന്തായാലും തക്കാളി ചെറുതായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. തക്കാളിയും പരിപ്പും കൂടെ നമുക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. പറഞ്ഞു വരുമ്പോൾ ഇത് നമ്മുടെ മലയാളിയുടെ ഡിഷ് അല്ല, എങ്കിലും സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. വെള്ളത്തിൽ ഞാൻ കഴുകി എടുക്കാം കേട്ടോ. അതെ, ഇതിനാവശ്യമായ 3 പച്ചമുളകും കൂടെ. ഈ കറിക്ക് നമുക്ക് വെളുത്തുള്ളി മസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ വെളുത്തുള്ളി ഞാനിതാ പൊളിച്ച് കഴുകി വാരി വെച്ചേക്കുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. ഈ കോവയ്ക്കും കാന്താരി മുളകും ഇട്ട് നമുക്ക് സവാളയൊക്കെ ഇട്ട് ഒരു അടിപൊളി ഒരു മിഴുക്ക് വരട്ടി ഇവിടെ അരിഞ്ഞെടുക്കാം കേട്ടോ. പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച എല്ലാ സാധനവും ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ട് അടച്ച് നമുക്ക് ഗ്യാസിലോട്ട് അത് വെച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കടുക് കൊടുത്തിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെളുത്തുള്ളി നമ്മുടെ പരിപ്പ് ഗ്യാസ് ആയതുകൊണ്ട് പിന്നെ കുറച്ചധികം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. വെച്ചിരിക്കുന്ന കരിവേപ്പിലി, മുളക്, പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. താളിപ്പ് നമുക്ക് ഈ കറി ഒഴിച്ച് കൊടുക്കാം. ഫൈനലായിട്ട് കറി ഇങ്ങനെ കേട്ടോ. അപ്പൊ പിന്നെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ കോവയ്ക്ക് വെഴുക്ക് വരട്ടിയൊന്നും എടുക്കാൻ പറ്റില്ല. അത്ര അർജാ പർജ തുമ്മൽ കേട്ടോ, അത്ര ജലദോഷമാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ചൂട് ചോറും കോവയ്ക്ക വിഴുക്ക് വരട്ടിയും പൊരിച്ച മീൻ കേട്ടോ. അത് കഴിഞ്ഞ് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഹിന്ദിക്കാരുടെ ദാൽ കറി. നല്ലതാണ് കേട്ടോ, നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ്. അപ്പൊ കണ്ടോ, നമ്മുടെ ബംഗാളികളുടെ ദാൽ കറിയാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ചോറിനായാലും ചപ്പാത്തിക്കായാലും പൂരിക്കായാലും എന്തിനും നല്ല കോമ്പിനേഷൻ ഉള്ള ഒരു കറിയാണ്. എന്റെ പ്രിയ സുഹൃത്തുക്കൾ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഞാനതാ കഴിക്കാനായിട്ട് പോവുകയാണ്. കുറച്ചുകൂടെ നല്ല രീതിയിൽ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. ജലദോഷവും പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും പറ്റിയില്ല. അപ്പൊ നമ്മുടെ ചൂട് ചോറും ചൂട് ഉപ്പിട്ട കഞ്ഞിവെള്ളവും കൂടെയാണ്. നല്ല ആശ്വാസമുണ്ട് കേട്ടോ, ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിച്ചപ്പോ. ഒരു ഗ്ലാസ് നേരത്തെ കുടിച്ചായിരുന്നു. നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മുടെ പനിക്ക് ജലദോഷത്തിനൊക്കെ ചൂടോട് കൂടെ ഫുഡ് അകത്തോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് വേർക്കും, പെട്ടെന്ന് തന്നെ നമുക്ക് അസുഖം മാറും അല്ലേ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ, അത്ര നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ കറി. ഹെൽത്തിയാണ്, നമ്മുടെ പ്രോട്ടീൻ അല്ലേ പരിപ്പൊക്കെ. എന്തായാലും എന്റെ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായാൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത പുതിയ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് ബൈ.